ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു മിഡിയുടെ ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ലൈനിങ് ഉള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം കേട്ടോ. 4ആയിട്ട് തുണിനെ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. നീളത്തിൽ മടക്കിയതിന് ശേഷം വീതിയിൽ മടക്കിയിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് അളവുകൾ എടുക്കുക. ഫുൾ ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 11 ഇഞ്ച് വേണം. അപ്പോൾ 11 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് അലവൻസ് ചേർത്തിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും താഴെ 1.5 ഇഞ്ച് മടക്കി അടിക്കാനും കേട്ടോ. ചെസ്റ്റ് റൗണ്ട് 24 ഇഞ്ച് വരുന്നതാണ്. അപ്പോൾ 24നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതൊന്ന് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് അലവൻസ് ചേർത്തിട്ട് ഒരു സ്ക്വയർ പോലെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നിന്നും 3 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇന്ന് താഴേക്ക് ആം ഹോൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് എൽ ഷേപ്പിൽ വരച്ചിട്ട് ആം ഹോൾ റൗണ്ട് 1 ഇഞ്ചിലൊന്ന് ബാക്ക് ആം ഹോൾ വരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്ക് വിഡ്ത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഫ്രണ്ട് നെക്കും ലെങ്ത്തും ബാക്ക് നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അവിടെ നിന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഡാട്ട് ഇടുന്ന പോയിൻ്റ് കേട്ടോ. അപ്പം ഷോൾഡറിന് വേണ്ടിയിട്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗം അടയാളപ്പെടുത്തിയതിന് ശേഷം കുറച്ച് ഭാഗം ഇട്ടില്ലേ, അതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് താഴേക്ക് ഒരു 6 ഇഞ്ച് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സമയത്ത് ഞാൻ ഷേപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 8 ഇഞ്ച് മുകളിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ട് അതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഡാട്ടിൻ്റെ അവിടെ നമ്മളൊരു 5 ഇഞ്ചിൽ താഴേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം എടുത്തിട്ട് 4 ഇഞ്ച് വീതം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് 2 പോയിൻ്റ് ഡാട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ. സെൻറ്റർ ഭാഗം എടുത്തിട്ട് അവിടേക്ക് ഒരു 1/2 ഇഞ്ച് കൊടുത്ത് ഉള്ളിലോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ബാക്ക് നെക്കിൻ്റെയും ബാക്ക് ആം ഹോളാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നല്ല പീസ് വെച്ചിട്ട് മുകളിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കാണ് ആദ്യം ഞാൻ കട്ട് ചെയ്തത്. അതിനുശേഷം സെപ്പറേറ്റ് എടുത്തിട്ട് ഫ്രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മളിവിടെ കട്ട് ചെയ്ത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡാട്ട് ഇപ്പോൾ വരച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള 3 ഡാട്ടുകളും വരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ഭാഗത്ത് അത് പതിഞ്ഞോളൂ കേട്ടോ. ചോക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ പതിയും. 3 ഡാട്ടുകളും വരച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ കൊടുക്കുന്ന ഭാഗത്ത് ഒരു നോച്ചസ് ഇട്ട് കൊടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് ഓപ്പൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മളൊരു നോച്ചസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണീനെ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. ഫോൾഡറുള്ള ഭാഗത്ത് ഫുൾ ലെങ്ത്ത് 3.5 ഇഞ്ച് അലവൻസ് ചേർത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് സൈഡിലേക്ക് 4.5 ഇഞ്ചായിരുന്നു നമുക്ക് ആം ഹോൾ ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് താഴേക്ക് ഒരു 2.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം താഴെ നമുക്ക് കൈവണ്ണം 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് അലവൻസും ചേർത്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ആം ഹോള് കട്ട് ചെയ്തപ്പോൾ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വെട്ടിയിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്ലീവിനും കുഴിച്ച് വെട്ടണം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വെട്ടാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഭാഗത്തൊരു ഓപ്പൺ കൊടുക്കണം. നമുക്ക് സെപ്പറേറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. 2 ഇഞ്ച് വീതിയിൽ തുണി എടുത്തിട്ട് എത്രയാണോ ഓപ്പൺ കൊടുക്കേണ്ടത് ലെങ്ത്ത് എടുക്കുക. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യണം. 2.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വി ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്കിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് വരച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തുണിയുടെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ ചീത്ത വശം ഇതിന് മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 1/2 ഇഞ്ചിൽ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഓപ്പൺ കൊടുക്കുന്ന ഭാഗത്ത് ഒന്ന് നിർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ആ ഓപ്പൺ കൊടുക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി നെക്കിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മറച്ചിട്ടിട്ട് പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടും കൂടി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല തുണി എടുത്തിട്ട് മുകളിലോട്ട് നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലാണ് നമ്മൾ ലൈനിങ്ങിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് 1/2 ഇഞ്ചിൽ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണേ കേട്ടോ. അതിനുശേഷം അതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത ഭാഗത്തൊന്നും കൊള്ളാണ്ട് ചെറുതായിട്ടൊന്ന് ചരിച്ച് കട്ട് ചെയ്തതിന് ശേഷം മറച്ചിട്ടിട്ട് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ പ്രഷർ ഫുഡിൻ്റെ അളവിനകത്താണ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്കപ്പോൾ കറക്റ്റ് അളവിനകത്തായിട്ട് കിട്ടും കേട്ടോ.
നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ഡാർട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ അതിൻ്റെ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നീങ്ങി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഡാർട്ട് സ്റ്റിച്ച് ചെയ്യണം. 2 തുണിയും കൂടി ഒരുമിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ കേട്ടോ. ലൈനിങ്ങും മെയിനായിട്ടുള്ള തുണിയും കൂടി ഒരുമിച്ച് വരുന്ന രീതിയിലാണ് ഡാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 4 ഭാഗവും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. 2 പോയിൻ്റ് ഡാർട്ടാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഷോൾഡറുകൾ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് 1/2 ഇഞ്ചിൽ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്യേണ്ടടുത്തൊക്കെ ഡബിൾ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ അടിഭാഗം ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് മടക്കിയിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം അറ്റത്തുകൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സ്റ്റിച്ചായിട്ട് സ്ലീവിൻ്റെ അടിഭാഗത്ത് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതുപോലെ 2 സ്ലീവും അറ്റഭാഗം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് നോച്ചസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് ഭാഗത്തൊന്ന് കുഴിച്ച് വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടുമ്പോൾ നോക്കിയിട്ട് വേണം വെട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ മെയിനായിട്ടുള്ള തുണിയിൽ ബോഡി പാർട്ടിൽ അത് ആ ഭാഗത്ത് തന്നെയാണോ വരണേന്ന് നോക്കിയിട്ട് വെട്ടിക്കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ അവിടെയാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണേ കേട്ടോ. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഒരറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 ഇഞ്ചിൽ തന്നെയാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ കേട്ടോ. അതിനുശേഷം ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് വേണമെങ്കിൽ അവിടെ ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവും കൂടി ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം സൈഡ് ജോയിൻ ചെയ്യുക. അപ്പോൾ സൈഡ് നമ്മൾ 1 ഇഞ്ച് അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡും ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ കൊടുക്കുന്ന ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ എങ്ങനെയാണോ ചുരിദാറിനൊക്കെ ഓപ്പൺ കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിനകത്തും കൊടുക്കുന്നത്. ചെറുതായിട്ട് ലെങ്ത് ഉള്ളൂ എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കി വീണ്ടും ഒരു 1/2 ഇഞ്ചിൽ മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ അറ്റഭാഗം എത്തുമ്പോൾ പ്രഷർ ഫൂട്ട് ഒന്ന് പൊന്തിച്ച് കൊടുത്തതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 ഭാഗം ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്റ്റിച്ച് വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്താണത്. അതിൻ്റെ അറ്റത്തുകൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗവും ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് അടിഭാഗം ഒന്ന് മടക്കി അടിക്കാം കേട്ടോ. അപ്പോൾ അടിഭാഗം മടക്കി അടിക്കുന്നത് 1/2 ഇഞ്ചിൽ ആദ്യം മടക്കി പിന്നെ വീണ്ടും ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ മടക്കി അടിക്കേണ്ട കാര്യമില്ല, ലൈനിങ് ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ മടക്കി അടിക്കണേ കേട്ടോ. തേരുവശം ഉള്ളതുകൊണ്ട് നമുക്ക് മടക്കി അടിക്കേണ്ടത് വരില്ല, പക്ഷേ ഞാനിതിനകത്ത് ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണുണ്ടല്ലോ, അത് കാരണമാണ് കൂട്ടത്തിൽ സ്റ്റിച്ച് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് കഴിയും കേട്ടോ. നമുക്ക് ഏതൊരളവിലും നമുക്ക് സിമ്പിളായിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ്. കുറച്ച് ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂട്ടിയിട്ട് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് അലവൻസ് ചേർത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. കുഞ്ഞു കുട്ടിയായതുകൊണ്ട് ഞാൻ ചെസ്റ്റ് റൗണ്ട് ഒന്ന് റൗണ്ട് ചെയ്ത് പിടിച്ചതിന് ശേഷം അതിനകത്ത് ഞാൻ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 1.5 ഇഞ്ച് അലവൻസ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് കൂട്ടി കൊടുത്തതിന് ശേഷം 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 1.5 ഇഞ്ച് നമുക്ക് അലവൻസ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ഒരറ്റത്തൂടെ സ്റ്റിച്ച് ചെയ്തത് അതിന് ശേഷം അതിൻ്റെ ഏറ്റവും അടിയിൽ വരുന്ന അറ്റത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ലീവ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെ അടിഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരറ്റത്തൂടെ ആദ്യം സ്റ്റിച്ച് ചെയ്തു, അതിന് ശേഷം രണ്ടാമത്തെ അറ്റത്തൂടെ സ്റ്റിച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.